Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. നമ്മളെ ലബോറട്ടറിയുടെ ലബോറട്ടറീസ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. നിങ്ങൾ എന്തായാലും ഇന്നലത്തെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആയതുകൊണ്ട് എന്തായാലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിച്ചിട്ടുണ്ടാവില്ലേ? നോക്കിയിരുന്നോ? ഓക്കെ, നമ്മള് 17 ലബോറട്ടറി എടുത്തോട്ടെ. ആരെങ്കിലൊക്കെ പറയൂ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ലബോറട്ടറിയുടെ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അവിടെ എന്താണ് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് റെക്കോർഡ് സൂക്ഷിക്കണേന്നും റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ആരൊക്കെ ഇൻഫോം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കറിയാം ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ സേഫ്റ്റിക്ക് പ്രാധാന്യമാണ് അല്ലെ. ടെസ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് രോഗനിർണയം നടത്താനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ചിലപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും രോഗനിർണയമൊക്കെ നടത്തുന്നത്. നമുക്കറിയാം ഇങ്ങനെ രോഗനിർണയം നടത്തുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കറിയാം അത് ഒത്തിരി കൂടി പരിശോധനകൾക്ക് അല്ലെ ഒബ്സർവേഷൻ ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ ഈ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൽ നമുക്കറിയാം അണുക്കളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് അവിടെയുള്ള ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിൽ അല്ലെ രണ്ടു കൂട്ടർ ഏത് കൂട്ടർക്കും നമുക്കറിയാം അത് ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരിടം തന്നെയാണ്. കാരണം പ്രൊട്ടക്ഷൻ, അത് എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്, അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സേഫ്റ്റി സുരക്ഷാ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, എല്ലാവരും എടുത്തു കാണാം അല്ലെ. Safety in laboratories. Okay. Personnel who are working laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ ഗ്യാസുകൾ, വാതകത്തിൻ്റെതായിട്ടുള്ള ചോർച്ചകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. എന്താണ് തീപിടുത്തം അല്ലെ, കെമിക്കൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ തീപിടുത്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടായിരുന്നു സാമ്പിളുകളൊക്കെ ടെസ്റ്റിന് വിധേയമാക്കുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ അല്ലെ മറ്റു അണുക്കളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്താണ് രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വേരിയസ് കെമിക്കൽ ഐറ്റംസ് ആണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട്, വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽ ഐറ്റംസ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലബോറട്ടറി ഏരിയ എന്ന് പറയുന്നത് ഇത്രയും കൂടി അല്ലെ അപകടകരമായിട്ടുള്ള ഏരിയ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ആർക്കൊക്കെ അപകടകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമാകുന്നു? അവിടെയുള്ള വർക്കേഴ്സിനും ഒപ്പം തന്നെ എൻവയോൺമെന്റ് അല്ലെ വർക്കേഴ്സിന്റെ കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. പേഴ്സണൽ ഹു ആർ വർക്കിംഗ് അല്ലെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകാം. The next the environment is also at the risk of being contaminated by dangerous materials used and waste generated in the laboratory. അപ്പൊ നമുക്കറിയാം അവിടെ വേസ്റ്റും കാര്യങ്ങളല്ലേ നമ്മള് സ്വിലേജ് വേസ്റ്റ് ഒക്കെ പറഞ്ഞ ലബോറട്ടറി സംഭവങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സ്വിലേജ് വേസ്റ്റ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ആ ടൈമില് എന്താണ് അത് അല്ലെ നമ്മുടെ പ്രകൃതിക്ക് അറ്റ്മോസ്ഫിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറസ് വരാനായിട്ടുള്ള കാരണം അല്ലെ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ എൻവയോൺമെന്റ് ഈസ് ഓൾസോ അറ്റ് റിസ്ക്, അതിന് അപകട സാധ്യതയുള്ള മേഖല തന്നെയാണ് ഇത് നമ്മുടെ എൻവയോൺമെന്റ് എന്നുള്ളത്. അതിന് മലിനമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താ പറയുന്നത്? പോളിസീസ് ഷുഡ് ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്സ്, ഡിസ്പോസൽ ഓഫ് ബയോ വേസ്റ്റ്, reagents, sharps and other waste involved in the laboratory according to the local and national regulations. നമ്മള് മിക്കപ്പോഴും സ്പിലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ചില നിയമങ്ങൾ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഉണ്ടായിരുന്നോ?
അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നില്ലേ? സുരേജ് വേസ്റ്റ് ഇവിടെ തന്നെ വിലയിരുന്ന ആയിപ്പോയി ഞാൻ ക്ലാസ് എടുത്തത്. ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, അപ്പൊ സ്പിലേജ് വേസ്റ്റിലൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ഇത്തരത്തിലുള്ള വേസ്റ്റ് ലബോറട്ടറിയിലാണെങ്കിലും ഇത്തരം വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ലോക്കൽ അല്ലെ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള അല്ലെ ഷാമ്പു വസ്തുക്കളാണെങ്കിലും അവിടെ നമുക്കറിയാം സിറിഞ്ചും അല്ലെ ടെസ്റ്റ് ട്യൂബിലെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണ് ബയോ വേസ്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള റിഗൻസ്, അതേപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഷാമ്പു വസ്തുക്കളെല്ലാം നമ്മൾ ശേഖരിച്ച് ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രത്യേകം കണ്ടെയ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റെഗുലേഷൻസ്, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ ഒരു ലബോറട്ടറിയും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. It is necessary to treat all personnel in standard precautions. അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് അല്ലെ മുൻകരുതൽ എന്ന നിലയിൽ തന്നെ ആ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് തന്നെ അവിടെയുള്ള പേഴ്സൺസിനെല്ലാം ട്രെയിനിങ്, നമുക്കറിയാം അത്തരം വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ പ്രത്യേകം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ടാണ് അത്തരത്തിലുള്ള വേസ്റ്റ് ഒക്കെ വന്ന് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ അവബോധം അവിടെയുള്ള സ്റ്റാഫിനൊക്കെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കണം. Then എന്താണ് exercise and safety in laboratories therefore includes protection of both the personal and the environment from dangerous materials. നമ്മൾ കണ്ടായിരുന്നു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിനും ഒപ്പം തന്നെ എൻവയോൺമെന്റിനെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ സുരക്ഷ അല്ലെ ലബോറട്ടറിയിൽ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എല്ലായ്പ്പോഴും കരുതേണ്ടതുണ്ട്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് therefore അതുകൊണ്ട് തന്നെ എന്താ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ബോത്ത് ദ പേഴ്സണൽ ആൻഡ് ദ എൻവയോൺമെന്റ് ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നുള്ള അപകട ഭീഷണികൾ തരണം ചെയ്യാനായിട്ട് അവരുടെ ഉള്ള പേഴ്സൺസിനും ഒപ്പം തന്നെ എൻവയോൺമെന്റിനെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പ്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അല്ലേ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. എന്താണ് പൊതുവായിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങൾ അല്ലെ. ഫസ്റ്റ് വൺ നോക്കാം. ഓൾ ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ദ ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ്. നമുക്കറിയാം അവിടെയുള്ള പേഴ്സൺസിനൊക്കെ അവയർനെസ് ഉണ്ട് അല്ലെ, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ലാബില് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇൻ കേസ് എന്തെങ്കിലും അല്ലെ റോങ് ആയിട്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന നടപടികളൊക്കെ സ്വീകരിക്കണമെന്ന് ഓൾറെഡി അവിടെയുള്ള പേഴ്സൺസിനൊക്കെ അറിയാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ലബോറട്ടറിയുടെ എല്ലാ പ്രവർത്തന സാഹചര്യങ്ങളും അല്ലെ എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള പോളിസി പ്രൊസീജിയേഴ്സ്, ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിനുള്ള നോളജ് അത് അവിടെയുള്ള പേഴ്സൺസ് കരസ്ഥമാക്കുകയും അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. All laboratory personnel should have a knowledge of the laboratory safety. അല്ലെ, ലബോറട്ടറിയുടെ സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള എല്ലാ അവബോധം അവർക്ക് അറിവുണ്ടായിരിക്കണം. ദെൻ അത് മാത്രം പോരാ, ആ പോളിസി നടപടി ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ അവര് കാര്യങ്ങൾ അവരുടെ ഡ്യൂട്ടി ചെയ്തു പോകേണ്ടതാണ്. നെക്സ്റ്റ് നോക്കാം. List of dangerous materials used in the laboratory should be prepared. നമുക്കറിയാം ഈ മെഷർമെന്റ് അല്ലെ, നമുക്കറിയാം മുൻകരുതൽ എന്നുള്ള രീതിയിൽ എപ്പോഴും മെഷർ ചെയ്യുമ്പോൾ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെന്നോ. List of dangerous materials used in the laboratory should be prepared. ഇങ്ങനെ സാധനങ്ങളൊക്കെ ഡേഞ്ചറസ് ആണ് അല്ലെ, അത് മുൻകരുതലായിട്ട് മനസ്സിലാക്കാത്ത വിധത്തിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെന്നുള്ളത്, പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് എ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. ഇൻ കേസ് നമുക്കറിയാം ഇപ്പൊ ലബോറട്ടറിയിൽ ഈ പറഞ്ഞ വേണം നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ അറിയാം. ഇൻ കേസ് എന്നാലും അല്ലെ നമുക്കറിയാം ഷീൽഡൊക്കെ വെച്ചിട്ടാണ് അവർ ചിലപ്പോ ചെയ്യുന്നത്. ചില അല്ലെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ അല്ലെ രോഗനിർണയ കാര്യങ്ങൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവര്
അങ്ങനെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇൻ കേസ് അല്ലെ സംതിങ് എന്തെങ്കിലും അതുകൊണ്ട് ചിലപ്പോൾ കണ്ണിലേക്ക് എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ തിരിച്ചു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ വാഷ് ചെയ്യാനായിട്ട് അല്ലെ കണ്ണിലെ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്ന് മുൻകരുതൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഐ വാഷ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകം സജ്ജീകരണം അവിടെ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡ് അല്ലെ പ്രത്യേകം നിന്ന് മുഖം കഴുകാനായിട്ട് അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാനായിട്ടുള്ള സജ്ജീകരണം അവിടെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ആ ഫെസിലിറ്റി ആ ഏതൊരു ലബോറട്ടറിയിലും ഉണ്ടായിരിക്കണം. ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആ സ്റ്റാൻഡ് എലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. The next പറയുന്നത് biohazard symbol should be used on all container or equipment that contain biodangerous materials. നമ്മൾ വില്ലേജ് വേസ്റ്റിലൊക്കെ കണ്ടതാണ് അല്ലെ. നമ്മൾ സിംബലൊക്കെ പ്രത്യേകമായിട്ട് കണ്ടെയ്നേഴ്സിലൊക്കെ ബയോഹാസാർഡ് വേസ്റ്റിനൊക്കെ സിംബലൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ പ്രത്യേകം ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലായിരിക്കണം വേസ്റ്റും കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് അല്ലെ. അപ്പൊ ലബോറട്ടറിയിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. The next എന്താ പറയുന്നത് laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. അതായത് നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞു അല്ലെ. അവിടെയുള്ളവർക്ക് അതിൻ്റെതായ ട്രെയിനിങ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ അറിയാം എന്തെങ്കിലും അല്ലെ വലിയ വലിയ സ്പില്ലേജുകൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് എത്രയും പെട്ടെന്നൊക്കെ ഫയർ എമർജൻസി അല്ലെ എന്തെങ്കിലും തീ കെടുത്തത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എത്രയും പെട്ടെന്നൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള ആരെ അറിയിക്കണം അല്ലെ ആരൊക്കെ ഇൻഫോം ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അത്തരത്തിലുള്ള സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ട്രെയിനിങ് ഓരോ പേഴ്സൺസിനും അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ലബോറട്ടറി പേഴ്സൺ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിങ് ഫയർ and non-fire emergencies like large spillage, gas leakage, etc. ഇങ്ങനെ ഫയർ അല്ലാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ട്രെയിനിങ് മസ്റ്റ് ആയിട്ടും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. വീണ്ടും പറയുന്നത് എന്താണ് ample fire extinguishers should be quickly available in the laboratories. അതായത് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള ഫയറൊക്കെ ഉണ്ടാകുമ്പോഴും അതിനുള്ള ട്രെയിനിങ് കിട്ടണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്കറിയാം അഗ്നിശമന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആംബിൾ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഷുഡ് ബി ക്വിക്കലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിലേക്ക് എത്രയും പെട്ടെന്ന് തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ അല്ലെ അതിന് ആവശ്യമായിട്ടുള്ള ഒരു അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം എന്താണ് ഒരു അല്ലെ ഒരു അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇൻ കേസ് ലബോറട്ടറിയിലേക്ക് അല്ലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്നിശമന സേനകൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രോബ്ലം അല്ലേ. പ്രോബ്ലം ഉണ്ടാവോ എന്തെങ്കിലും പൊട്ടിത്തെറികളൊക്കെ വരികയാണ്. നമ്മളെ അഗ്നിശമനത്തിനെ കോണ്ടാക്ട് ചെയ്തു ഫയർ ഫോഴ്സിനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയെ കൊണ്ടാണ് ലബോറട്ടറി സിറ്റുവേറ്റ് ചെയ്യണമെങ്കിൽ പാടാണ് അല്ലെ. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആംബിൾ അല്ലെ വിശാലമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ലബോറട്ടറിയിലേക്ക് അല്ലെ അവിടെ എത്തിപ്പെടാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കാം ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് ഇഞ്ചുറീസ് റെക്കോർഡ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കെപ്റ്റ് ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റീസ്. അതായത് നമ്മളിപ്പോ ഇൻ കേസ് അവിടെയുള്ള വർക്കേഴ്സിന് ചിലപ്പോൾ എന്തെങ്കിലും സംതിങ് അല്ലെ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. അത് റെക്കോർഡ് ചെയ്യണം. അത് രേഖാമൂലം എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ അറിയിക്കുകയും വേണം അല്ലെ. ഇന്ന പേഴ്സണെ ഇന്ന സംഭവിച്ചു അത് രേഖാമൂലം തന്നെ തയ്യാറാക്കി അവിടെ കറക്റ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ അറിയിക്കുകയും വേണം. അത്തരത്തിലുള്ള ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. വീണ്ടും ഇതിങ്ങനെ കുറച്ചും കൂടി ഉള്ളൂ. കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് വായിച്ചാൽ മതിയോ? പോട്ടെ. നെക്സ്റ്റ് നോക്കാം. Don't chew gum, നോക്കാം. Don't chew gum, drink, smoke or eat while working in the lab. അതായത് ലാബിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അല്ലെ
കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്മോക്കിംഗ് അല്ലെ വലിയ പുകവലിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെ നമ്മുടെ മദ്യം പോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലാബില് അനുവദനീയമല്ല. കാരണം നമുക്കറിയാം കെമിക്കൽ കണ്ടന്റ് ഒക്കെ കൂടിയ സംഭവങ്ങളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത്രയും സേഫ്റ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ അനുവദനീയമല്ല. Laboratories glassware should never be used as a food or a beverage containers. അതായത് ഫുഡ് കഴിക്കാനോ ഇത്തരത്തിലുള്ള ബിവറേജ് സപ്ലൈസിന് വേണ്ടിയിട്ടോ നമ്മുടെ ലബോറട്ടറിയുടെ ഗ്ലാസ് വെയർസ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. വീണ്ടും പറയുന്ന സുരക്ഷാ കാര്യങ്ങളിൽ ഓൾവേസ് പുട്ട് ഓൺ suitable clothing, chemically resistant lab coats or aprons are suggested. അതായത് നമ്മളെപ്പോഴും അല്ലെ ലബോറട്ടറിയിലൊക്കെ ആണെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയാറുണ്ട് കെമിക്കൽ കണ്ടന്റൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോട്ടുകളൊക്കെ ഉപയോഗിക്കണമെന്നുള്ളത് അല്ലെ. ആ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ. ഓൾവേസ് എന്ത് തരത്തിലുള്ള കോട്ടാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ട് ഉപയോഗിച്ചിട്ടാണ് കെമിക്കൽ സംബന്ധമായിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് നിലനിർത്തിയിട്ട് പോവാം. Then handle needles, syringes and other sharps with the utmost care. നമുക്കറിയാം അവിടെ എന്തായാലും നീഡിൽസും മറ്റു സംഭവങ്ങളും അല്ലെ ചെറിയ ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം അല്ലെ പരമാവധി ശ്രദ്ധ സ്വീകരിക്കണം. Then എന്താണ് compressed gas cylinders should be secured to prevent them from being knocked over. അതായത് ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ ചോർച്ചയൊന്നും ഉണ്ടാവാതിരിക്കാൻ തക്ക വിധത്തിൽ അല്ലെ ഡക്നെ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം അല്ലെ. ഇച്ചിരി പ്രിവെന്റ് അല്ലെ മുൻകരുതൽ എന്ന നിലയ്ക്ക് അവിടെ ഇവിടെയും കൊണ്ടുവന്ന് അല്ലെ എപ്പോഴും തട്ടമുട്ടം ചെയ്യുന്ന ഭാഗത്തൊന്നും സ്ഥാപിക്കാതെ അതിനെ മുൻകരുതലായിട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് തന്നെ അത് അല്ലെ സ്ഥാപിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ദ കെയർ ഓഫ് കെമിക്കൽ splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes or eye wash facility. നമ്മളെ കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അംശം തെറിക്കുകയാണ് അല്ലെ അത് കണ്ണിലാണെങ്കിലും സ്കിന്നിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും നമുക്കറിയാം അവിടെയുള്ള പേഴ്സൺസിന്റെ പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് അത് എന്തെങ്കിലും തെറിച്ചു പോവാം അവിടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യണം എന്ന് പറയുന്നത് വിത്തിൻ റണ്ണിങ് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ്. അതായത് ഒഴുകുന്ന വെള്ളം അല്ലെ ധാരാധാരയായിട്ട് ഇങ്ങനെ എപ്പോഴും വെള്ളം ഒഴുകുന്ന തരത്തിലുള്ള പ്ലേസിലേക്ക് നമ്മൾ എന്താണ് കണ്ണാണെങ്കിലും നമ്മുടെ ശരീരഭാഗമാണെങ്കിലും അവിടെ നമ്മുടെ അണുക്കൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് അല്ലെ അതിന്റെ ആവശ്യം നഷ്ടപ്പെട്ടു പോകാനായിട്ട് പരമാവധി 20 മിനിറ്റ്സ് എങ്കിലും എന്താണ് ഇങ്ങനെ റണ്ണിങ് വാട്ടറിന്റെ അടിയിലേക്ക് കാണിക്കണം എന്നുള്ളതാണ്. അത് വാഷ് ചെയ്ത് പോകാനായിട്ട് അല്ലെ ആ കെമിക്കൽ കണ്ടന്റ് ഉന്മൂലനം ചെയ്ത് അതായത് പൂർണ്ണമായിട്ടും ഒഴിവായി പോകാനായിട്ട് അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ എടുക്കണം എന്നുള്ളത്. ആ ഒരു പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. കാരണം അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എന്നുള്ളത് ഇടയ്ക്കൊക്കെ ചോദിച്ചു കാണാറുണ്ട്. In the care of a chemical splashing into your eye or on your skin, immediately flush the affected area with the running water for at least 20 minutes. അത്രയും പോയിന്റ് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലബോറട്ടറിയിലെ കാര്യങ്ങളാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്റെ നമ്പർ പറയാം. Point in the compressed gas cylinders should be secured to prevent them from being knocked off. Okay. അതായത് നമ്മള് തീർച്ചയായിട്ടും ഇത് ഗ്യാസ് സിലിണ്ടർ ഒക്കെ നമുക്കറിയാം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ് അല്ലെ. അപ്പൊ അത് വളരെ ടൈറ്റ് ചെയ്തിട്ടാണ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് നമ്മളൊക്കെ തന്നെ അറിയാം. നമ്മുടെ ഗ്യാസ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഒക്കെ ആണെങ്കിലും അത് അത്രയും ഇതോട് കൂടിയിട്ട് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കും അല്ലെ.
അപ്പൊ ഇൻ കേസ് അത് തട്ടയും മുട്ടയും ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക്, അത് വലിച്ചെടുക്കുകയും പിടിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ആരും കൊണ്ടേ വെക്കാറില്ല അല്ലെ. കാരണം അതൊരു സുരക്ഷിതമായിട്ടുള്ള ഇടത്തിൽ തന്നെയാണ് വെക്കാറ്. ആരും കുട്ടികളാണെങ്കിലും വന്ന് വെറുതെ ഒന്ന് ഓണാക്കി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അത് കൊണ്ട് സ്ഥാപിക്കാറില്ല അല്ലെ. അപ്പൊ ആ കെയർഫുൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ലബോറട്ടറിയിലാണെങ്കിലും അതെന്താണ് ഷുഡ് ബി സെക്യൂർഡ് ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് ലോക്ക്ഡ് ഓവർ. ആരും അത് തുറക്കെ പിടിക്കുകയോ ചെയ്യാത്ത തക്ക വിധത്തില്, തട്ടയും മുട്ടയൊക്കെ ചെയ്യാത്ത തക്ക വിധത്തില് അത് സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്നുണ്ട്. അടുത്ത പോയിന്റ്, ഇൻ ദ കെയർ ഓഫ് കെമിക്കൽ സ്പ്ലാഷിംഗ്. സ്പ്ലാഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? തെറിക്കുക. ഫ്ലഷിംഗ് ഇൻ ടു യുവർ ഐ ഓർ ഓൺ യുവർ സ്കിൻ. നമ്മുടെ ഐയിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിൽ, നമ്മുടെ എല്ലാം അവിടെയുള്ള വർക്കേഴ്സിന്റെ അല്ലെ, നമ്മുടെ ലബോറട്ടറിയിലെ വർക്കേഴ്സിന്റെ ഇടയിലേക്ക് ഈ പറഞ്ഞ അവർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും തെറിക്കുകയോ കണ്ണിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ കെമിക്കൽ കണ്ടന്റ് എന്തെങ്കിലും തെറിക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇമ്മീഡിയറ്റ്ലി ഫ്ലഷ് ദ അഫക്റ്റഡ് ഏരിയ അല്ലെ. അത് എത്രയും പെട്ടെന്ന് നമ്മള് ഉന്മൂലനം ചെയ്യണം. എന്ത് ആ ഒരു ഏരിയയിലെ കണ്ടന്റുകളെ ഉന്മൂലനം ചെയ്യാം. അതെങ്ങനെയാ അത് കൈകാര്യം ചെയ്യുന്നത്? വിത്ത് റണ്ണിങ് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 20 minutes. അതായത് നമ്മളിങ്ങനെ വെറുതെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്കത് എന്താണ് പുള്ളി അല്ലെ, റണ്ണിങ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഒഴുകുന്ന വെള്ളത്തിലേക്ക് അല്ലെ. അത് അതിൽ കൂടെ ചിലപ്പോൾ നമുക്കറിയാം വാട്ടറൊക്കെ പൈപ്പൊക്കെ തുറന്ന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക ആ പ്ലേസ് കാണിച്ചിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അതിങ്ങനെ വെള്ളത്തിലൂടെ തന്നെ അതിന്റെ എല്ലാ കെമിക്കൽ കണ്ടന്റും കുരിച്ചു പോകും അല്ലെ. പരമാവധി ഒഴുകുന്ന വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളത്തിലേക്ക് എന്താണ് നമ്മുടെ ആ സ്കിന്നോ കണ്ണോ എവിടെയാണോ ആ കണ്ടന്റ് തിരിച്ച് അല്ലെ അംശം പറ്റി പിടിച്ചിരിക്കുന്നത് ആ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ അറ്റ്ലീസ്റ്റ് 20 minutes വെയിറ്റ് ചെയ്യുക അല്ലെ. 20 minutes കൊണ്ട് അതിലെ കെമിക്കൽ കണ്ടന്റ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് അവിടെ എഴുതി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതിനുള്ള സൗകര്യം എന്തെങ്കിലും അവിടെ എന്തായാലും ലാബിൽ അറേഞ്ച് ചെയ്യാൻ എന്നുള്ളതാണ് അതിനുള്ള. ചിലപ്പോൾ നമുക്കറിയാം അത് അത്രയും വലിയ കണ്ടെയ്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത്രയും വലിയ കണ്ടെയ്നേഴ്സിൽ അതിനനുസരിച്ചിട്ടുള്ള പൈപ്പ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു ഭാഗം കണ്ണൊക്കെ പൊതുവേ നമ്മൾ ഐഷീൽഡ് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് ലബോറട്ടറി ഏരിയ. അപ്പൊ ഐഷീൽഡ് പൊതുവെ ഉപയോഗിക്കും. ഇൻ കേസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും കണ്ണാണെങ്കിലും അതിനത്രയും കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വേറെ എന്തെങ്കിലും പോയിന്റ്? കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലെ. കണ്ടിന്യൂ ചെയ്തോട്ടെ. പിക്ചേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിക്ചേഴ്സിൽ അതിന്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണുന്നുണ്ട് അല്ലെ. മിക്കപ്പോഴും നമ്മളിതെല്ലാം അവിടെയൊക്കെ ഇങ്ങനെ പിക്ചറുകളൊക്കെ കാണാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ കാണുന്ന പിക്ചേഴ്സ് ഒക്കെയാണ്. ചിലതൊക്കെ ഹോസ്പിറ്റൽ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചില പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇതും. ഈ പിക്ചേഴ്സുകളും ഇമ്പോർട്ടന്റ് ആട്ടോ. ചിലപ്പോഴൊക്കെ ഇത് എന്തിനെ സൂചിപ്പിക്കുന്ന ഒരു ലേബലാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ പറഞ്ഞ റേഡിയേഷൻ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ് ഒക്കെ അതിന്റെയൊക്കെ ചിഹ്നങ്ങള് മിക്കപ്പോഴും അതിനെ കാണാറുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഈ സിംബലുകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ഇതില് പ്രധാനം നോക്കാം. സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇതൊക്കെ. To reduce accidents in the laboratory, it has been made compulsory to use sign and symbols in the laboratory. ഫസ്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള സിംബലുകൾ എന്താണ് ലബോറട്ടറിയിൽ സ്ഥാപിക്കണം. കാരണം എന്തെങ്കിലും അല്ലെ അതിനൊക്കെ ആക്സിഡൻസിനൊക്കെ അപകടത്തിനൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ, ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇത്തരത്തിലുള്ള സിംബലുകളൊക്കെ കാണിക്കുന്നത്. എന്താണ് ഫസ്റ്റ് സിംബല്? ഡേഞ്ചർ അല്ലെ, ഇൻഫ്ലേമബിൾ. ഇതാണത് നമ്മൾ ഈ ഒരു സിംബൽ അല്ലെ കത്ത് പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അല്ലെ, കത്താനായിട്ട് സാധ്യതയുണ്ട്. അവിടെ നിന്നും ഓടിപ്പോയി തീയും അംശങ്ങളൊന്നും ആരുമല്ലേ എല്ലാവർക്കും അപ്പം മനസ്സിലാവും എന്താണ് ആ ഭാഗത്തൊന്നും പോയി എന്താണ് സിലിണ്ടറിലാവുമ്പൊന്നും ചെയ്യരുത് അല്ലെ. കാരണം എന്തുകൊണ്ട് അവിടെ കത്ത് പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതിന്റെ സിംബൽ കാണുമ്പോൾ അവിടെ കാണുന്ന ആണെങ്കിൽ മനസ്സിലാവും ആ ഏരിയ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ് അല്ലെ.
അല്ലേ? അങ്ങനെ തോന്നാറില്ലേ? കളറ് മസ്റ്റ് അല്ല, കളറ് വേണമെന്നില്ല, കളറ് നോട്ട് ചെയ്യണ്ട, സിമ്പിള് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് എന്ത് സിമ്പിളാണ്, എന്തിനാണോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് കത്ത് പിടിക്കാനായിട്ട് അല്ലെ സാധ്യതയുള്ള ഒരു സിമ്പിളാണ്. നേച്ചർ എന്ന് കാണിച്ചിട്ട് താഴെ അല്ലെ തീയുടെ അഗ്നിയുടെ ഒരു ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സിമ്പിൾ മൈൻഡിലേക്ക് വന്നോ? നേച്ചർ ഇൻഫ്ലെയിം മക്കളും കത്ത് പിടിക്കാനായിട്ടുള്ള സാധ്യതയുള്ള സിമ്പിൾ. നെക്സ്റ്റ് സിമ്പിൾ നോക്കാം, ഹാംഫുൾ. എന്താണ് ഹാംഫുൾ പറയുന്നത്? എപ്പോഴും കാണാറുണ്ട് ഹാനികരം. ഓക്കെ, മദ്യപാനം അല്ലെ ശരീരത്തിന് ഹാനികരമാണ്, ഇങ്ങനെ ഒരു സിമ്പിൾ എപ്പോഴും കാണാറില്ലേ? അതിന്റെ ബോട്ടിലിന്റെ പുറത്തൊക്കെ എപ്പോഴും കാണുന്ന ഒരു സിമ്പിൾ ആണ് ഹാംഫുൾ അല്ലെ. അപ്പൊ ആ സിമ്പിൾ നോക്കാം, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാനികരമാണ് എന്ന് മീൻ ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അവിടെയും നമ്മൾ ലബോറട്ടറിയിലെ അങ്ങനെ പ്രത്യേക പ്ലേസിൽ തന്നെ അത് കാണിക്കണം. എവിടെയെന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് ഹാംഫുൾ അല്ലെ. അത് അവിടെ സുരക്ഷിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഇടമാണ്. അവിടെ ഇന്ന കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ്. then എന്താണ് വീണ്ടും കൊറോസീവ്. എന്താണ് കൊറോസീവ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ അവിടെ കെമിക്കൽ കണ്ടന്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ അല്ലെ. അവിടെ ചെറുതായിട്ട് കണ്ടോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കെമിക്കൽ കണ്ടന്റ് ഒക്കെ ഇപ്പൊ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ. അപ്പൊ അവിടെയും ഇങ്ങനെ ഒരു സിമ്പിൾ ഇത് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ കാണാറില്ല. കാരണം അത് അതിലുള്ള ലബോറട്ടറിയുടെ ഉള്ളിൽ തന്നെയാണ് മിക്കപ്പോഴും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അല്ലെ. എന്നാലും ആ ഒരു പ്ലേസിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടാവും കൊറോസീവ്. കൊറോസീവ് എന്ന് പറയുന്നത് നശിപ്പിക്കുക, നശിപ്പിച്ച് കളയുക എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. then വീണ്ടും ഇലക്ട്രിക്കൽ ഹസാർഡ്. എന്താണ് ഇലക്ട്രിക്കൽ ഹസാർഡ്? ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്തായാലും മീൻ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഹസാർഡ് മീൻ ചെയ്യുന്നത് എന്താണ്? കറന്റ്. ഓക്കെ, കറന്റ് അല്ലെ നമുക്ക് ഷോക്ക് അടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അവിടെ പോയി അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ പോയി ഇങ്ങനെ ചെയ്യാൻ നിൽക്കാനൊന്നും പാടില്ല. ഇലക്ട്രിക്കൽ ഹസാർഡ് ഷോക്ക് അടിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ്? പോയിസൺ. എന്താണ് പോയിസൺ എന്ന് പറയുന്നത്? അല്ലെ എന്തെങ്കിലും വിഷാംശങ്ങൾ അല്ലെ പോയിസൺ വരാനായിട്ടുള്ള സാധ്യത. നമ്മളിപ്പോ ഇതിലേക്ക് വരുമ്പോ വിഷം ഓക്കെ നമ്മള് എന്താ പറയാ കളറുകൾ അങ്ങനെയൊക്കെ ഉള്ള അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മള് ദഹിപ്പിക്കുന്ന പ്രൈസുകളിലൊക്കെ ഇങ്ങനത്തെ സിമ്പിൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലും പോയിസൺ എന്നുള്ള സിമ്പിൾ കാണാറുണ്ട്. ജസ്റ്റ് അതൊക്കെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. പൊതുവെ ചോദിക്കാറുള്ളത് ഞാൻ പറഞ്ഞു എന്താണ് റേഡിയേഷൻ ഹസാർഡ്സ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് അതിന്റെയൊക്കെ സിമ്പിൾ ആണ് പൊതുവെ കാണാറുള്ളത്. ലാസ്റ്റ് ഇത്തരത്തിലുള്ള സിമ്പിൾ പുക വലിക്കരുത്, ഹാർംഫുൾ ആണ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെയാണ് ജസ്റ്റ് കാണാറുള്ളൂ. എല്ലാം തന്നെ നമുക്കറിയാവുന്ന ഇതെല്ലാം. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം, റിസ്ക് ഓഫ് എക്സ്പോഷർ. ആണ് എക്സ്പോഷർ എന്ന് പറയുന്നത് പൊട്ടിത്തെറി അല്ലെ. പൊട്ടിത്തെറികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുക. ഒരു കുറച്ച് റെഡിന്റെ ഇതൊക്കെ കാണിച്ചിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കാണിക്കുന്നു അല്ലെ. അപ്പൊ ചില എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ നമുക്കറിയാം, വേസ്റ്റുകളൊക്കെ ഒന്നിച്ച് ഹംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ അവിടേക്ക് പൊട്ടിത്തെറികൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കെമിക്കൽ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിലും അപ്പൊ അവിടെയും ഇത്തരത്തിലുള്ള സിമ്പിളുകളൊക്കെ പ്രത്യേകമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ദെൻ ബയോ ഹസാർഡ്. എന്താണ് ബയോ ഹസാർഡ് എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും കാണാറുണ്ട് ബയോ ഹസാർഡ് നിലയൊക്കെ ചെയ്തിരിക്കുന്ന പിന്നിൽ തന്നെ നിക്ഷേപിക്കണമെന്നൊക്കെ. അതാണ് ജൈവ മാലിന്യം അല്ലെ. ബയോ ഹസാർഡ് നിലയൊക്കെ ചെയ്തിരിക്കുന്ന മാലിന്യം അല്ലെ, ആ ഒരു ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ബയോ ഹസാർഡ് എന്ന് പറയുമ്പോൾ ജൈവ മാലിന്യം അല്ലെ. അതിന്റെ സിമ്പിൾ നോക്കാം അല്ലെ. ആ ഒരു കളർ നിങ്ങൾ നോട്ട് ചെയ്യണമെന്നില്ല. ആ ഒരു കാണുമ്പോൾ ഒരു ഫ്ലവറിന്റെ ലുക്കൊക്കെ അല്ലെ ചെറുതായിട്ടൊക്കെ ഫ്ലവറുകളൊക്കെ ഉണ്ട്. സൗണ്ട് ഫിഗേഴ്സുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് അതിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. റേഡിയേഷൻ ഓഫ് റേഡിയേഷൻ ഹസാർഡ്. റേഡിയേഷൻ അല്ലെ നമുക്ക് റേഡിയേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ലാബ് അല്ലെ എക്സ്റേ സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റേഡിയേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള സിമ്പിളുകൾ കാണാം അല്ലെ. ആ സിമ്പിള് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഒരു അല്ലെ നമ്മുടെ ഫാനിന്റെ ഒക്കെ പിക്ചർ പോലെയുണ്ട്. റേഡിയേഷൻ ഹസാർഡ് ഓക്കെയാണോ? റേറ്റ് പിക്ചർ നമ്മൾ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെയർ ഗ്ലോവ്സ്.
നമ്മളെപ്പോഴും ഗ്ലൗസുകൾ ഉപയോഗിക്കേണ്ട ഇടം അല്ലെ, ഈ പ്ലേസുകളിലൊക്കെ കൃത്യമായിട്ട് എപ്പോഴും തന്നെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് കൈകാര്യം അവിടെ കയറാനും കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് പാടുള്ളൂ. അപ്പൊ ലാബിൽ നമുക്കറിയാം എപ്പോഴും ശുചിത്വം അല്ലെ, നല്ല എന്താണ് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത തരത്തില് വളരെ കെയർഫുൾ ആയിരിക്കണം. ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കേണ്ട ഇടമുണ്ടെങ്കിൽ അവിടെ അത്തരം പിക്ചറുകൾ നോട്ട് ചെയ്യുന്നു. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ, അതായത് മാസ്ക് ധരിക്കണം. അത് ഫുൾ ഫേസ് മാസ്ക് എന്തായാലും ധരിക്കേണ്ട ഇടമാണ്. ചിലപ്പോൾ നമുക്ക് കെമിക്കൽ കണ്ടന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഇടമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഫുൾ ഫേസ് മാസ്ക് ധരിച്ചിട്ട് മാത്രമാണ് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് പാടുള്ളൂ അല്ലെ. അതാണ് അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്, ഫുൾ ഫേസ് മാസ്ക്. നെക്സ്റ്റ് നോക്കാം, നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്, അതായത് ആ പ്ലേസിലിരുന്ന് കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കലോ ഒന്നും പാടുള്ളതല്ല. അതിനൊക്കെ വിരോധമായ പ്ലേസ് ആണ്. അത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അവിടെ വർക്കേഴ്സിനൊക്കെ അറിയാം അല്ലെ. നമുക്കറിയാം പല ഏരിയകളിലും ഇത് ജസ്റ്റ് പിക്ചറൊക്കെ നേരത്തെ കൂട്ടി അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അതേസമയം പബ്ലിക്കിനൊന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയുന്ന വരില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് കാണുമ്പോഴാണ് പബ്ലിക്കിനൊക്കെ ബോധം വരുന്നത് അല്ലെ. അവിടേക്ക് പറ്റാത്ത കാര്യങ്ങളാണ് നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. അതൊക്കെ ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ് കൃത്യമായിട്ട് അവിടെ മക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കാം, എന്താണ് അവിടെ പ്രധാനം പറയുന്നത്, നോ സ്മോക്ക് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അത് എഴുതിയിട്ടില്ല. നമുക്കറിയാം ലാഭമല്ലേ, സിഗരറ്റിന്റെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ വലിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഈ സിംബല് നമ്മൾ എപ്പോഴും നേരെ എവിടെയാണ് കാണാറുണ്ടോ? ഹോസ്പിറ്റൽ അല്ലാതെ ഈ സിംബൽ കാണാറുണ്ടോ? ഓക്കെ, പബ്ലിക്കിന്റെ എവിടെയാണ് അത് കാണാറ്? തിയേറ്ററിലുണ്ട്. ഓക്കെ, പബ്ലിക് സ്ഥലത്തൊക്കെ കാണാറുണ്ട്, റെസ്റ്റോറന്റിൽ കാണാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മള് നമ്മുടെ പമ്പില് അല്ലെ, പെട്രോളും കാര്യങ്ങളൊക്കെ. ഓക്കെ, പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും അത് സിംബല് നോട്ട് ചെയ്യാറുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും കത്തിക്കൽ വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ സാധ്യതയാണ് അല്ലെ. ഓക്കെ, അതാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് ചോദിച്ചത്. ഓക്കെ, എല്ലാവരുടെയും മൈൻഡിലേക്ക് അത് തന്നെ വന്നു. നോക്കാം, അത്തരത്തിലുള്ള കുറച്ച് സിംബലുകൾ അല്ലെ നമ്മള് ജസ്റ്റ് കണ്ടു. ചില സിംബലുകൾ മാത്രമാണ് പൊതുവെ കാണാറുള്ളൂ. നമുക്ക് സാധ്യം അല്ലെ, നമുക്ക് പരിചിതമായിട്ടുള്ള സിംബൽസ് തന്നെയാണ് എപ്പോഴും ചോദിച്ച് കാണാറുള്ളൂ. എന്താണ് ഇതേമാതിരി തന്നെ സ്മോക്കിംഗ് അല്ലെങ്കിൽ റേഡിയേഷൻ ഹസാർഡ് അല്ലെങ്കിൽ അതായത് നമ്മള് എക്സ്റേ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇതെപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. then ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇടങ്ങളിൽ ഇലക്ട്രിക്കൽ ഹസാർഡ് നോട്ട് ചെയ്യാറുണ്ട്. then ഹാർംഫുൾ എന്ന് കാണുന്നത് ഹാനികരമാണെന്ന് നമുക്ക് കാണാറുണ്ട്. then ഇൻഫ്ലേമബിൾ എന്ന് വെച്ചാൽ പൊട്ടിത്തെറികൾ അല്ലെ വരാനായിട്ട്, കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു ഏരിയ, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നോ ഫുഡ് ഓർ ഡ്രിങ്ക് അലൗഡ്, അത്തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെയാണ് പൊതുവെ കാണിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ അല്ലേ നമ്മള് വിച്ച് സിമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ. 2-3 പിക്ചർ കാണിച്ചിട്ട് ഇത് ഈ സിമ്പിളിനെ അല്ലെ റേഡിയേഷൻ ഹസാർഡിനെ നോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇത് 2-3 പിക്ചർ കാണിച്ചിട്ട് നമ്മൾക്ക് അല്ലെ ഇത്തരത്തിലുള്ള സിമ്പിൾ ഏതാന്നുള്ളത് ചൂസ് ചെയ്യേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ ഇതില് ഏതെങ്കിലും ഒരെണ്ണം അല്ലെ ഒരെണ്ണം ഔട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ മാത്രമായിട്ട് ഏതെങ്കിലും ഒരെണ്ണം മാത്രം കണ്ടെത്താനായിട്ടും ചോദിക്കാറ്. ഓക്കെ, വായിച്ചു നോക്കാം. ാണോ എല്ലാത്തിന്റെ മീനിങ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തെങ്കിലും മീനിങ് കിട്ടാത്തതുണ്ടോ?
നിങ്ങൾക്ക് മീനിങ് കിട്ടാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തിന് വാട്ട് റെസ്പോൺസിബിലിറ്റി ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ് അല്ലെ. ലാബ് മാനേജർ ജോബിന്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, കോമൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏതാണെന്നുള്ള കാര്യമാണ് ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. അതിലെ നമുക്ക് നോക്കാം, കുറെ കാര്യങ്ങൾ കണ്ടായിരുന്നു അല്ലെ. ലബോറട്ടറിയുമായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതായത് അതിന്റെ പ്രാധാന്യത്തിന്റെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഏരിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ മാനേജറിന് നമുക്ക് അറിയാം കൂടുതലായിട്ട് ഡ്യൂട്ടി ഉണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റി അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ആ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നും നോക്കാം. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഗുണനിലവാരമുള്ള ഒരു ലബോറട്ടറി ആണെങ്കിൽ മാത്രമാണ് ലാബിലേക്ക് കൊണ്ടുവരുള്ളൂ അല്ലെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നല്ല ഗുണനിലവാരമായിട്ടുള്ള പ്രോഗ്രാമിന്റെ രൂപത്തിലൊക്കെ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളെ അല്ലെ അത് നമ്മൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുകയും നടത്തിക്കൊണ്ട് പോവുകയും അതേമാതിരി തന്നെ അതിന്റെ രൂപരേഖയൊക്കെ ഔട്ട്ലൈൻ തയ്യാറാക്കുകയും നല്ല രീതിയിലുള്ള ലബോറട്ടറി ആണ് എന്നുള്ള ലേബലിൽ തന്നെ ഗുണനിലവാരമുള്ള ഒരു ലബോറട്ടറി ആണെന്ന് എല്ലാ പബ്ലിക്കിന് അറിയത്തക്ക വിധത്തിലുള്ള ഔട്ട്ലൈനും അല്ലെ അതിന്റെ ആ രൂപരേഖയും പിന്നെ അതിന്റെ നടത്തിപ്പും അതേമാതിരി തന്നെ നിയന്ത്രണങ്ങളും എല്ലാം ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ മാനേജറിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അത് പബ്ലിക്കിന്റെ ഇടയിൽ ആ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന തരത്തില് എന്താണ് ഔട്ട്ലൈൻ തയ്യാറാക്കി നടപ്പാക്കി കൊണ്ടുപോകേണ്ടത് ആരാണ്? നമ്മുടെ മാനേജറാണ്. നെക്സ്റ്റ് പറയുന്നത് കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. അറിയാം അവിടെ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ടും അല്ലെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തമ്മിലും അതേമാതിരി തന്നെ നഴ്സിംഗ്. നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലാബില് വരുമ്പോൾ അവരുമായിട്ട് നഴ്സുമാരും അവിടെയുള്ള ലാബിലെ സ്റ്റാഫുമാരും തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു മെയിൻ ഉത്തരവാദിത്തമാണ്. എന്താണ് ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ഏതെങ്കിലും ഏരിയ ഇപ്പൊ നമ്മള് പറയുകയാണ് അല്ലെ, അവിടെ ഡേഞ്ചറസ് ആണ്, അപ്പൊ അവിടെ കുറെ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കണം, ലേബൽ ചെയ്ത് വെക്കണം. അവിടെ എല്ലാവരെയും ഒന്നും കടത്തിവിടാൻ പാടില്ല. ടെക്നീഷ്യൻസ് മാത്രമാണ് അവിടെ പോകേണ്ടത്. പിന്നെ റിപ്പോർട്ടുകൾ അവർ കൈകാര്യം ചെയ്യണം. എന്താണ് അവിടെ പോകുമ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടാണ് കെമിക്കൽ പോലെയുള്ള അല്ലെ അതിന്റെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ സ്പെസിഫിക് ഏരിയയ്ക്ക് എന്തെങ്കിലും പോളിസി നയങ്ങളൊക്കെ നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. സ്പെസിഫിക് ഏരിയയിലേക്ക് ലബോറട്ടറിയിലെ സ്പെസിഫിക് ഏരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ നടപടിക്രമങ്ങൾ നടപ്പാക്കുക എന്നുള്ളത്. എന്താണ് ഫോർത്ത് വൺ നോക്കാം. അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെയിൻ ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതായത് നമുക്കറിയാം ഓരോ ടെക്നീഷ്യനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. രാവിലെ ടെക്നീഷ്യന്മാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവരുടെ പെർഫോമൻസുകൾ അത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടോ അത് വിലയിരുത്തേണ്ടതുണ്ട്, നിരീക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ട്രാക്ക് അല്ലെ അവരുടെ രീതി അനുസരിച്ച് തന്നെ നമ്മൾ ലാബിലെ രീതി അനുസരിച്ചിട്ട് തന്നെയാണോ അവര് പോകുന്നത് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത്തരം ഡ്യൂട്ടികളെല്ലാം മാനേജറിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലുള്ളതാണ്. ഓക്കെ, കാരണം നമുക്കറിയാം അദ്ദേഹമാണ് സൂപ്പർവൈസർ അല്ലെ. മാനേജിംഗ് ലെവലിൽ തന്നെ അവരെയൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതെല്ലാം ഇവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടെക്നീഷ്യൻസിന്റെയും അവരെ വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും അവരുടെ ട്രാക്കുകളൊക്കെ ഓക്കെ ആക്കി കൈകാര്യം ചെയ്യുകയും ചെയ്യുകയായിരുന്നു. നോക്കാം. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പൊ ഇവിടെ നിലവിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ മെമ്പേഴ്സ് ആണെങ്കിലും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ പുതിയ ടെക്നോളജി ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ നിലവിലുള്ള ടെക്നീഷ്യന്മാർക്കൊക്കെ ട്രെയിനിങ് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ? കൊടുക്കേണ്ടതായിട്ട് വരുമോ? അങ്ങനെ ഉണ്ടാവുമോ? പുതിയ ടെക്നോളജി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാവുന്ന മാനേജ്മെന്റിന്റെ ഇടയിൽ നിന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ ടെക്നോളജി നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അല്ലെ, നമുക്കറിയാം പഴയ ലബോറട്ടറിയാണ്, അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ പഴയതാണെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. പുതിയ മെഷീനുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? കേട്ടിരിക്കാൻ മാത്രമോ? ഓക്കെ.
അപ്പൊ അതൊന്ന് ഇടയ്ക്കൊന്ന് നമ്മൾ മിങ്കിൾ ചെയ്തില്ലെങ്കിൽ ബോറായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അത്തരത്തില് അല്ലെ നിലവിലുള്ള സ്റ്റാഫിനാണെങ്കിലും പുതിയ സ്റ്റാഫിനാണെങ്കിലും ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ അറേഞ്ച് ചെയ്യുക. Then discharge the additional duties as assigned in support of laboratory operations. അതായത് നമ്മള് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും അഡീഷണൽ ഡ്യൂട്ടീസുകളൊക്കെ ഉണ്ടെങ്കിലും പുതിയത് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ അല്ലെ അത് നിർവഹിക്കാനായിട്ട് എന്തെങ്കിലും പിന്തുണയ്ക്കാനായിട്ട് നിയോഗിച്ചിട്ടുള്ള അധിക ചുമതലകളൊക്കെ നിർവഹിക്കുക. ചിലപ്പോഴെങ്കിൽ പുതിയത് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാനേജ്മെന്റ് പറയാണ് നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്ലേസ് ഒന്ന് പുതുക്കി പണിയുക അല്ലെ, അത് ഏതെങ്കിലും മെഷീൻ സ്ഥാപിക്കണമെങ്കിൽ പിന്നെ ഒരു പ്ലേസും കൂടി അത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ മേൽനോട്ടം കൂടി നിങ്ങൾ വഹിക്കണം അല്ലെ മാനേജ്മെന്റ്. നമുക്കറിയാം ലബോറട്ടറിയിലെ മാനേജറിനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അധിക ചുമതല നിർവഹിക്കാനും ആര് ബാധ്യസ്ഥനാണ്? ബാധ്യസ്ഥനാണത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് റെസ്പോൺസിബിലിറ്റി ആർ കോമൺ ഫോർ ലാബ് മാനേജർ ബാധ്യസ്ഥനാണ് അല്ലെ. ലാബിലെ മാനേജർ ബാധ്യസ്ഥനാണ്. കാരണം ഒരു അധിക ചുമതല അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു മെഷീൻ സ്ഥാപിക്കാനായിട്ട് ഒരു പാട്ടും കൂടി പുതുക്കി പണിയുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള അധിക ചുമതല നിർവഹിക്കാനായിട്ട് ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്താണ് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. നിലവിലുള്ളത് അല്ലെ നിലവിലുള്ളതാണെങ്കിൽ പുറത്തു നിന്ന് നമുക്ക് വീണ്ടും കസ്റ്റമേഴ്സിനെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമർ സർവീസസ് നമുക്കറിയാം. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഹ്യൂമൻ റിസോഴ്സിലൊക്കെ കസ്റ്റമർ സർവീസിന്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് കസ്റ്റമർ സർവീസിൽ പ്രധാനമായിട്ടും എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സിന്റെ ഒക്കെ ചാപ്റ്റർ വരുന്നുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നിങ്ങൾ ആകെ എന്താണ് ഈ പറയുന്നത് എന്നുള്ളതിലേക്ക് വന്നത്. തീർച്ചയായിട്ടും കസ്റ്റമർ സർവീസസ് എന്നുള്ള ഇതിലേക്ക് നോക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് പ്രദാനം ചെയ്യുകയാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഓരോ ലാബില് നമ്മള് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ടെസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്കറിയാം വീണ്ടും ആ ടെസ്റ്റിങ് കാര്യങ്ങളും റിപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് അല്ലെ ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ട് ആ ദിവസം പോയി ചെന്ന് മേടിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത്തിരി കൂടി സർവീസുകൾ പ്രദാനം ചെയ്യുന്നത് വീണ്ടും പോകേണ്ട അവസ്ഥയില്ലാതെ എന്തെങ്കിലും മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഇമെയിലിലൂടെ തന്നെ എന്തെങ്കിലും മെസ്സേജ് രൂപേണയൊക്കെ നമുക്ക് കൃത്യമായിട്ടൊക്കെ അയച്ചു തരും. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ റിപ്പോർട്ട് മാത്രം സെൻഡ് ചെയ്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് കൊണ്ടുപോയി ഡോക്ടറെ വിസിറ്റ് ചെയ്താൽ അല്ലെ. അങ്ങനെ എന്തെങ്കിലും സേവനങ്ങളൊക്കെ ഉണ്ടാവൂലേ ഈ കാലഘട്ടത്തില്? ഉണ്ടോ? ഉണ്ട്. അപ്പൊ പണ്ടത്തെ മാതിരി വെയിറ്റ് ചെയ്യണ്ട അല്ലെ, നമ്മൾ ആ ദിവസത്തില് വീണ്ടും പോയി കളക്ട് ചെയ്യണ്ട. അത്തരത്തിലുള്ള സേവനങ്ങളാണ് കസ്റ്റമർ സർവീസ്. അപ്പൊ നിലവിലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും ഉപഭോക്താക്കൾക്കാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന അല്ലെ നമ്മുടെ ഉപഭോക്താക്കൾ പേഷ്യൻസിനാണെങ്കിലും, ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന് നിലവിലുള്ള പേഷ്യൻസിനാണെങ്കിലും ഏതെങ്കിലും അഡീഷൻ ലാബില് ടെസ്റ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള കസ്റ്റമർ സർവീസുകളൊക്കെ അത് വിപുലീകരിച്ചു കൊടുക്കുക. അതിന് ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ലോഡിലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. സമയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ അവരെ ഉദ്ദേശിക്കുക അല്ലെ അവർക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്ന സമയത്ത് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനത്തെ കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ വിപുലീകരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Make sure that communication of a laboratory data and appropriate result reporting. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെ ലബോറട്ടറിയുടെ ഡാറ്റയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിസൾട്ടുമായി അല്ലെ റിസൾട്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ആശയവിനിമയങ്ങളൊക്കെ ശരിയായിട്ട് പോകുന്നുണ്ട് ഉറപ്പുവരുത്തും അല്ലെ. മേക്ക് ഷുവർ ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ് നമ്മൾ ആ ഡാറ്റ അനുസരിച്ചിട്ട് തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്, റിസൾട്ടുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ നേരത്തെ കണ്ടായിരുന്നു നഴ്സുമാരും അവിടുത്തെ സ്റ്റാഫുമാരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തി റിപ്പോർട്ടുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വീണ്ടും എന്താ നോക്കുക, റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഡേറ്റ്സ് ആൻഡ് ടേൺ റൗണ്ട് ടൈംസ്. അതായത് ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അല്ലെ
അവർക്ക് സമയാസമയത്ത് തന്നെ ഈ ഒരു റിസൾട്ടുകൾ എത്തിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് ആ സാമ്പിളുകളുടെ ഒക്കെ റിസൾട്ടുകളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പ്രകാശനം ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ടൈം റൗണ്ട് ടൈമിൽ തന്നെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Release samples to laboratory staff and communicate with due dates and time round times. അപ്പൊ നമുക്ക് ആ ഡേറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇന്ന ഡേറ്റിലും ഇപ്പൊ എന്താണ് ടെസ്റ്റിംഗ് ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് എന്താ പറയാ, ഇത് ഇന്ന സമയത്ത് വന്ന് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് മെയിൽ ആയിട്ട് അയച്ചു തരാം, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ ടൈം റൗണ്ട് ടൈമിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു, പ്രകാശനം ചെയ്യുന്നുണ്ടായിരുന്നത് ഉറപ്പുവരുത്തുക. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഇങ്ങനത്തെ പോയിന്റുകളിലെ ചെറുതൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. ഈ പോയിന്റ് ഒക്കെ ജസ്റ്റ് ഇപ്പോഴും കാണാറുണ്ട്. ടൈം റൗണ്ട് ടൈമിൽ തന്നെ പ്രകാശനം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുന്നത്. Then guide the handling and resolution of a complex issue and complaints. അതായത് എന്തെങ്കിലും അല്ലെ നമ്മുടെ കോംപ്ലക്സ് ആയിട്ട് സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ ഉണ്ടായാൽ അതിന്റെ പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് അതായത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് അതിനെ പരിഹരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഗൈഡ് ലൈൻ ഒക്കെ തയ്യാറാക്കി കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ഡ്യൂട്ടി അല്ലെ, അത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജറിന്റെ ജോബ് തന്നെയാണ്. Then responsible for all employees who are working at known labs on demanded facilities. അതായത് നമുക്കറിയാം ഇദ്ദേഹം ബാധ്യസ്ഥനാണ് അല്ലെ. നമുക്ക് ഒരു ജോലി സ്ഥാപനം തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജോലിയുടെ ആ ഒരു ഫെസിലിറ്റി സൗകര്യാർത്ഥമുള്ള ഫെസിലിറ്റികളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് അതിന് നമ്മൾ ബാധ്യസ്ഥനാണ് അല്ലെ. റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facilities. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സുകളെല്ലാം തന്നെ, അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം തന്നെ അവർക്ക് കൊടുക്കുന്ന സൗകര്യത്തില്, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയില് അല്ലെ ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഒരു മാനേജറിന്റെ പോസ്റ്റിലിരിക്കുന്നവര് അതിനും ബാധ്യസ്ഥരാണ്. കാരണം അവർ കൃത്യരാണ് അല്ലെ. അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ ഫെസിലിറ്റീസ് അനുവദിക്കുന്നുണ്ട്. Then ensure adherence with the federal, state and system regulations to provide operations. ലാബിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കറിയാം, പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതേമാതിരി തന്നെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് നിയമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അവിടെ ലാബിലെ പ്രവർത്തനങ്ങളെല്ലാം ഇതനുസരിച്ചിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാനേജറിന്റെ ജോലി തന്നെയാണ്. Next നോക്കാം, assure compliance with all corporate policy procedure in the laboratory. അതായത് ലബോറട്ടറിയുടെ നയങ്ങൾ നടപടിക്രമങ്ങൾ അതിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടായില്ല അല്ലെ, അത് പരിഹരിച്ചു പോകുക. എന്തെങ്കിലും കംപ്ലൈൻസ് അല്ലെ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എററൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലേ കോർപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് തന്നെ അതിൻ്റെതായിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതും മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ചില പോളിസികളൊക്കെ നമുക്കറിയാം ചിലപ്പോൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതേസമയം നമുക്ക് പ്രാക്ടിക്കലി അത് അങ്ങനെ ചെയ്തേ പറ്റൂ. ചില ലോക്കൽ അതോറിറ്റിയുടെ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അത് നമുക്ക് അങ്ങനെ പരിഹരിച്ചു പോകാനേ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് ചിലപ്പോൾ പുതിയ പുതിയ ചെറിയ ചെറിയ പോളിസികൾ കൂടി അഡീഷണൽ ഒക്കെ ആയിട്ട് രൂപപ്പെടുത്തി അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നേരത്തെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു മാനേജ്മെന്റ് തലത്തിൽ നിന്ന് മാനേജർ തയ്യാറാകേണ്ടതാണ്. എന്താണ് enlarge the lab's research portfolio by healing to develop a new research project and proposals. അതായത് നമ്മളിപ്പോ പുതിയ പുതിയ റിസർച്ച് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതില് ലാബിന്റേതായിട്ടുള്ള റിസർച്ച് ഗവേഷണ കാര്യങ്ങളുടെ പോർട്ട്ഫോളിയോ വിപുലീകരിക്കാൻ സാധിക്കും അല്ലെ. അതില് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കറിയാം ടെക്നോളജി വികസിക്കുന്നതോടൊപ്പം തന്നെ കുറച്ചും കൂടി നല്ല കാര്യങ്ങളും കൂടി എന്തിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ലാബിലാണെങ്കിലും ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ അത് വിപുലീകരിക്കാനുള്ള സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻലാർജ് ചെയ്ത് അതിലേക്ക് അല്ലെ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളും കൂടി എന്താണ് മാനേജറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. Enlarge the lab research portfolio by helping to develop new research project and proposals. Then set up and keep all laboratory records in accordance with the specifications.
അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതിന്റെ ബേസിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. അപ്പൊ അത്തരത്തിലുള്ള അല്ലെ എന്തെങ്കിലും തിരിച്ചറിവിന് വേണ്ടിയിട്ട് അനുസരിച്ചിട്ട് സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന ഭാഗം ഇന്നതിന്റെ ഇതിലേക്കുള്ളതാണ് അല്ലെ, ഇത് ലബോറട്ടറിയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യുന്ന ഏരിയ ആണ്, രോഗനിർണയം നടത്തുന്ന ഏരിയ ആണ്. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് അല്ലെ ലബോറട്ടറിയിലെ റെക്കോർഡുകളിലും ഉൾപ്പെടുത്തുക ഇന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയുമ്പോൾ തിരിച്ചറിയാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അല്ലെ. സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പൊ റെക്കോർഡ് എടുക്കുമ്പോൾ നമുക്കറിയാം ആ ഏരിയയുടെ വർക്കാണ് അല്ലെ, ഇന്ന കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് മാനേജർ ആണ് ഇതൊക്കെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് റെക്കോർഡിലൊക്കെ ഉൾപ്പെടുത്തുക. Then make sure that supplies are available as needed for lab sessions. അതായത് ഓരോ ലാബ് സെഷനിലും ഓരോ കാര്യങ്ങളിലും എന്താണ് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അത് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ നമുക്കറിയാം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ അതിൻ്റെതായിട്ടുള്ള എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ വേണം അല്ലെ. അത് സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും മാനേജറിന്റെ ഡ്യൂട്ടി തന്നെയാണ്. Then suggest a measure to enhance the testing procedures, use of equipment and the needs of for new equipment. അപ്പൊ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുക അല്ലെ, ടെസ്റ്റിംഗ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉപകരണങ്ങളുടെ ഉപയോഗം, അതേമാതിരി തന്നെ പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ, പുതിയ എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റിന്റെ ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്തെടുക്കുക. നമ്മളിപ്പോ മാനേജറിനാണ് ഇന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് വേണ്ടി വരും. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു എക്യുപ്മെന്റോട് വേണം, അല്ലെങ്കിൽ പുതിയ ന്യൂ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഇതിന്റെ വർക്കുകളെല്ലാം വലിയ പ്രോബ്ലം ഇല്ലാതെ എററുകളൊന്നും സംഭവിക്കാതെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്ത് അല്ലെ നിർദ്ദേശങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് തയ്യാറാവേണ്ടതും മാനേജറുടെ ഡ്യൂട്ടി തന്നെയാണ്. Then monitor, analyze and justify expense and revenue within department. ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള വരുമാനം അല്ലെ, ചെലവും അതൊക്കെ കൂടി നമുക്കറിയാം ഒന്ന് ശരിക്കും എപ്പോഴും മോണിറ്റർ ചെയ്യണം അല്ലെ. അത് മോണിറ്റർ ചെയ്യാന്ന് പറയുന്നത് നിരീക്ഷിച്ച് വിലയിരുത്തി അത് നിധിയോടുകൂടി നടപ്പാക്കണം. നമുക്കറിയാം അതിന്റെ മാനേജറിന്റെ ഇതിലാണ്, കൺട്രോളാണ് എല്ലാവരും അല്ലെ. അപ്പൊ എക്സ്പെൻസ് ഒക്കെ ഭയങ്കര വിശാലമായ രീതിയിൽ ചെലവഴിക്കുന്ന ഒരു മാനേജറിന്റെ രീതിയാണ് അവിടെ അവലംബിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലാഭം എത്രയും പെട്ടെന്ന് കൂട്ടിക്കും അല്ലെ. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ നമുക്കറിയാം ലാബിന്റെ മാനേജറിന്റെ കൺട്രോളിൽ തന്നെ വരുന്ന റവന്യൂവിനനുസരിച്ചിട്ട് തന്നെയുള്ള എക്സ്പെൻസ് ഒക്കെ കൊടുത്ത് ചില മെഷീൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്ഥാപിക്കാം. പക്ഷെ വരുമാനത്തിനെയും കൂടി നോക്കിയിട്ടാണ് അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ സ്ഥാപിക്കുന്നത്. നേരത്തെ പറഞ്ഞു മെഷീനൊക്കെ ചെയ്യാം, പുതിയ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ വേണമെന്നോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുള്ള എക്യുപ്മെന്റ് ഒക്കെ സ്ഥാപിക്കണമെന്നൊക്കെ തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നിലവിലുള്ള റവന്യൂ കൂടി വരുമാനം കൂടി നോക്കിയൊക്കെ ഡിസിഷൻ എടുത്ത് അല്ലെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയൊക്കെ മാനേജറിന്റെ ഡ്യൂട്ടിയിൽപ്പെടുന്നത്. യാണോ വായിച്ചു നോക്കാം. Ninth point. Ninth point എന്ന് പറയുമ്പോൾ റിലീസ് സാമ്പിൾ അല്ലെ. റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഡേറ്റ് ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്. അതായത് നമ്മൾ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് അല്ലെ അവർക്ക് റിസൾട്ട് കൊടുക്കേണ്ട ദിവസവും സമയവും അതൊക്കെ കൃത്യമായിട്ട് തന്നെ പ്രകാശനം ചെയ്യുക അല്ലെ. അത് നമുക്കറിയാം ഒരു ലാബിന്റെ ഒരു നല്ല സർവീസ് ആണ്. എന്ന് തരും, ഏത് സമയത്ത് തരുമെന്ന് കൃത്യമായിട്ട് അവർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ലാബിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ മാനേജറിന്റെ ഒരു മോസ്റ്റ് ആയിട്ടുള്ള കൺട്രോളിങ്ങില് നല്ല ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് communicate due dates and turnaround times.
അതായത് സ്റ്റാഫിനെ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്ന് ഏത് ഡേറ്റിൽ ഇതിന്റെ റിസൾട്ടുകൾ നമുക്ക് കിട്ടുമെന്ന്. സാമ്പിൾ ടു ലബോറട്ടറി, ലബോറട്ടറിയിലുള്ള സാമ്പിളുകളുടെ റിസൾട്ടുകൾ എന്ന് കിട്ടും എന്നുള്ളത് അതിന്റെ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. കിട്ടിയോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് പലതും കാണാറുണ്ട് കേട്ടോ. ഈ മോണിറ്റർ അനാലിസിസ്, ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ ഡീറ്റെയിൽ ഡിപ്പാർട്ട്മെന്റ്സ്, അതെല്ലാം ലാബ് മാനേജറിന്റെ ഇതിൽ വരുന്നതാണ് അല്ലെ. അദ്ദേഹമാണ് ഇതൊക്കെ വിലയിരുത്തി എന്താണ് പരിശോധിക്കുകയും വിലയിരുത്തുകയും നിധിയോട് കൂടിയിട്ട് എക്സ്പെൻസും റവന്യൂ ഒക്കെ കമ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ജോലിയിൽ പെടുന്നതാണ്. അതേമാതിരി തന്നെ ലാബില് വികസിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അതെല്ലാം നോക്കിയും കണ്ടും അല്ലെ കൈകാര്യം ചെയ്യേണ്ടത് മാനേജറിന്റെ ഡ്യൂട്ടി തന്നെയാണ്. വലിയ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ, മൊത്തത്തില് അറിയാവുന്നതാണ്. എന്നാലും ഈ ഒരു മാനേജറിന്റെ ജോബിൽ ഏതെങ്കിലും ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നെ നോക്കി പോകാം. 14th point. Enlarge the lab's research portfolio by helping to develop a new research project and proposals. അല്ലെ, നമ്മളെ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സമഗ്രമായിട്ടുള്ള അല്ലെ, നമ്മള് പലതരത്തിലുള്ള വർക്കുകളുടെ ഒക്കെ ഒരു ഇന്റഗ്രേഷൻ ഒക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പല വർക്കിന്റെയും നല്ല ഒരു സംയോജനമൊക്കെ അവിടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്. പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്പർ ഇടാത്ത കാരണം കണ്ടെത്താനായിട്ട് ഇത്തിരി ആണ്. 14th point അല്ലേ. Enlarge the lab's research portfolio by helping to develop new research projects and proposals. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ അല്ലെ പുതിയ ഗവേഷണ പദ്ധതികളും നിർദ്ദേശങ്ങളും വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ലാബിന്റെ ഗവേഷണത്തിന്റെ പ്രൊഫൈൽസ് അത് വലുതാക്കും അല്ലെ. അത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ആ ഒരു ഗവേഷണം കാര്യങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പോർട്ട്ഫോളിയോ നമുക്ക് വികസിപ്പിക്കാനായിട്ട് വിപുലീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Enlarge the lab research portfolio by helping to develop new research project and proposals. പുതിയ പുതിയ എന്തെങ്കിലും അല്ലെ റിസർച്ചും ഗവേഷണം അല്ലെങ്കിൽ പ്രൊജക്ട് ഒക്കെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ മാനേജറിന്റെ അണ്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് അവിടുത്തെ ആ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ആ ഒരു പല തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. സമഗ്രമായിട്ടുള്ള വിശകലനത്തിന്റെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ലാബിന്റെ ഇൻസ്ട്രക്ഷൻസിലോ അല്ലെങ്കിൽ പോളിസി നയങ്ങളിലോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലൊക്കെ കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും ചെയ്യാമോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss. Thank you, ma'am. Thank you, ma'am.